നമസ്കാരം. പോറ്റിയേ കേറ്റിയേ ശാസ്താവിന്ദനമൂറ്റിയേ. പാട്ട് എഴുതിയവനും പാടിയവനും അതിനെതിരെ കേസാണ്. കേട്ടവർക്കെതിരെ കേസുണ്ടോ എന്ന് വഴിയെ അറിയാം. നിങ്ങളൊക്കെ ഏത് രാജ്യത്താണ് ജീവിക്കുന്നത് എന്നോർത്ത് അത്ഭുതമുണ്ട്. 19 സിനിമകൾ IFFKയിൽ ആ 19 സിനിമകൾ വിലക്കി എന്ന് പറഞ്ഞപ്പോൾ ചാടി എഴുന്നേറ്റ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്ത അതേ കേരളത്തിൽ ഏതാണ്ട് അതേ സമയത്ത് തന്നെയാണ് ഒരു പാരഡി ഗാനത്തിൻ്റെ പേരിൽ അത് എഴുതിയ ആൾക്കും പാടിയ ആൾക്കുമെതിരെ കേസെടുക്കാൻ തീരുമാനിച്ചത് എന്നാലോചിക്കുമ്പോൾ ചിരിക്കണോ കരയണോ എന്നറിയാൻ വയ്യ. സത്യം പറയാലോ, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അവസാനിച്ചു. സത്യം പറഞ്ഞാൽ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ കേരളം കേട്ട പാട്ട് പോറ്റിയെ കേറ്റിയെ എന്നുള്ളത് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് പാരഡി ഗാനങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. രണ്ട് മുന്നണികളും, രണ്ടല്ല ഇപ്പം 3 മുന്നണികളും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി പാട്ടുകൾ എഴുതാറുണ്ട്. ശബരിമല സീസണാണ്. പോരാത്തതിന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ശബരിമലയിലെ സ്വർണ്ണക്കടത്ത്. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട പാട്ടുകളുണ്ടാവും. പിന്നെ അയ്യപ്പനെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന പാട്ടുകളിലൊന്ന് വീരമണി പാടിയ ഈ പാട്ടല്ലേ. കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ ഏറ്റവും എളുപ്പം ഈ പാട്ടിലൂടെയാണെന്ന് അത് എഴുതിയവരും പാടിയവരും ഒക്കെ ചിന്തിച്ചു കാണും. അവരെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. എത്ര വേഗമാണ് ഈ പാട്ട് ആളുകളിലേക്ക് എത്തിയത് എന്നാലോചിക്കണം. തോൽവി വിലയിരുത്താൻ കൂടിയ അല്ലെങ്കിൽ തോൽവിയെക്കുറിച്ച് ചിന്തിച്ച ഭരണപക്ഷത്തെ ഓരോ പാർട്ടിയും CPI ആയാലും CPM ആയാലും അവരെല്ലാം പറയുന്നത് ശബരിമല സ്വർണ്ണക്കടത്ത് തിരിച്ചടിയായതാണ്. വെളിയിൽ അങ്ങനെ ആയില്ല, ശബരിമല നിന്ന വാർഡിൽ ഞങ്ങൾ ജയിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുമെങ്കിലും ശബരിമല സ്വർണ്ണക്കടത്ത് സാരമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്ന് നിസ്സംശയം പറയാം. അതുപോലുള്ള കാര്യങ്ങളിലെല്ലാം മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ട്. പാട്ടിനെയും പിന്നെ മറ്റു കാര്യങ്ങളുടെയൊക്കെ കാര്യങ്ങളിലേക്ക് വിവാദത്തിലേക്ക് പോകണ്ട. തെരഞ്ഞെടുപ്പ് വന്നു, ഞങ്ങൾക്ക് LDFന് ഒരു തിരിച്ചടി ഉണ്ടായപ്പം അത് സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ അടുത്തേക്ക് പോയി ഈ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും. ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന അഭിപ്രായങ്ങൾ കേട്ടിട്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ട തരത്തിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്താനുള്ള ശ്രമം ഞങ്ങൾ നടത്തും. ഞങ്ങളത് പറഞ്ഞു. അതിൻ്റെ ഭാഗമായി പല പല കാര്യങ്ങൾ കാണും. സ്വാഭാവികമായി ഈ പാട്ട് ആളുകൾ ഏറ്റെടുക്കും. അതിലെ വരികളും സ്വർണ്ണം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്നുള്ള വരികളൊക്കെ വലിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. വേറെ എന്ത് മറുപടി പറയും ഈ പാട്ടിന്? അതായത് CPMുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ CPMൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ജയിലിൽ കഴിയുന്നത്. പത്മകുമാർ പത്തനംതിട്ട ജില്ലയിലെ മുതിർന്ന നേതാക്കളിലൊന്നാണ്. മുൻ MLA ആണ്. അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്ത് മത്സരിച്ച് ജയിച്ച മനുഷ്യനാണ്. N. വാസു CPM സഹയാത്രികനാണ്. പാർട്ടി മെമ്പറാണെന്ന് പറഞ്ഞുകൂടാ. ഏതായാലും ഇവർ രണ്ടും കറകളഞ്ഞ CPMകാരാണ് എന്ന് എല്ലാവർക്കും അറിയാം. സഖാക്കളാണ് അയ്യപ്പ എന്ന് എതിർ പാർട്ടിക്കാർ ഒരു പാരഡി ഗാനം ഇറക്കിയാൽ അതല്ല എന്ന് പറയാൻ, അല്ലെങ്കിൽ അവരിപ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ ഭാഗമല്ല എന്ന് പറയാനുള്ള ഒരവസരം ഈ പാർട്ടിയായിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട് പത്മകുമാറിനെ പുറത്താക്കിയില്ല എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ ഇതുവരെ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. സ്വാഭാവികമായും ആ പാട്ട് ആഘോഷിക്കപ്പെടും. അതുമായി എനിക്ക് ആകെ ഒരു വിയോജിപ്പ് മല കയറ്റാൻ അമ്മണിമാരെ കൊണ്ടുവന്നു എന്നുള്ള പ്രയോഗങ്ങളാണ്. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിൻ്റെ ഒരു ഉത്തരവ്, അത് ആദ്യം അതിനനുകൂലിച്ചവരെല്ലാം പിന്നീട് കാലുമറിയെങ്കിലും ആ ഉത്തരവനുസരിച്ച് മല കയറാൻ വന്ന കുറേ സ്ത്രീകളുണ്ട്. അവരിൽ ഒരാൾ മാത്രമാണ് ബിന്ദു അമ്മണി. അമ്മണിമാരെ കൊണ്ടുവന്നു എന്നുള്ള വ്യക്തിപരമായി എനിക്ക് ആ വരികളിലൊക്കെ വിയോജിപ്പുണ്ട്. പക്ഷേ നമുക്ക് വിയോജിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾക്കൊരു പാട്ട് എഴുതാതിരിക്കും പറ്റും, പാടാതിരിക്കും. പോറ്റിയേ കേറ്റിയേ സ്വർണം ചമ്പായി മാറ്റിയേ, സ്വർണ്ണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിന്ദനമൂറ്റിയേ. സ്വർണം കട്ടവനാരപ്പ, സഖാക്കളാണ് അയ്യപ്പ. ലോകം മാറ്റിയതാരപ്പ, സഖാക്കളാണ് അയ്യപ്പ. പോറ്റിയേ കേറ്റിയേ സ്വർണം ചമ്പായി മാറ്റിയേ, സ്വർണ്ണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിന്ദനമൂറ്റിയേ. ആചാരങ്ങളെ ലംഘിക്കാനായി അമ്മിണിമാരെ മലകേറ്റി, അകവും പുറവും കൊള്ളയടിക്കാൻ നിയമിച്ചുള്ളത് ഒരു പോറ്റി. പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ. നിങ്ങളെ ആലോചിക്കണം, ദൈവം തെരുവിൽ മരിക്കുന്നു എന്ന് വയലാർ
എഴുതിയ നാടാണ്, അല്ലേ? അതേ വയലാർ തന്നെ അയ്യപ്പ ഭക്തിഗാനം എഴുതിയിട്ടുണ്ട്. പി ജെ ആന്റണി വിഗ്രഹത്തിൻ്റെ മുഖത്ത് തുപ്പിയ നിർമ്മാല്യം എന്നുള്ള സിനിമ നമുക്ക് ഓർമ്മയുണ്ട്. ഒരു മനുഷ്യൻ്റെ വികാരമൊന്നും ആ സമയത്ത് വ്രണപ്പെട്ടിട്ടില്ല. ഇതിപ്പോൾ 30 ദിവസം പാട്ട് കേട്ടിട്ട് 31 ദിവസം എൻ്റെ വികാരം വ്രണപ്പെട്ടെ എന്ന് പറഞ്ഞ് അതിന് കേസുമായി ഇറങ്ങുമ്പോൾ കൂടാ കേസ്, ഇതിൻ്റെ അകത്തൊന്നും ഒരു കാര്യമില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നത് നമ്മൾ അത് അതിൻ്റേതായ വഴിക്ക് പറഞ്ഞു വിടണമായിരുന്നു. അല്ലാതെ അതിനകത്ത് നിയമോപദേശം ചെയ്തിട്ട് എങ്കിൽ പിന്നെ എഴുതിയവനും പാടിയവരും കേസെടുത്തേക്കാം എന്ന് പറയും. പറയുന്ന ന്യായങ്ങളൊക്കെ കേട്ടാലോ. അത് അയ്യപ്പനെക്കുറിച്ച് അല്ലെങ്കിൽ ആ പാരടി എഴുതിയത് അന്യമതസ്ഥരാണ് എന്നൊക്കെ പറയുമ്പോൾ ഇത് ആരെക്കുറിച്ചാണ് എഴുതിയേക്കുന്നത്? ശബരിമലയെക്കുറിച്ചാണ് എഴുതിയേക്കുന്നത്. ഈ ശബരിമല എന്ന് പറഞ്ഞാൽ നാനാജാതി മതസ്ഥർക്കും എപ്പോഴും കയറി ചെല്ലാവുന്ന ഒരിടമല്ലേ? അയ്യപ്പൻ തന്നെ പറയുന്നത് തത്വമസി, അല്ലേ? എല്ലായിടത്തും ഏത് മനുഷ്യനും ചെന്ന് കയറാവുന്നൊരു സ്ഥലമാണ്. അയ്യപ്പൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനാരാ? വാവര്. ഇതൊക്കെ അറിഞ്ഞു വച്ചുകൊണ്ട് ഇതെല്ലാം ഓർമ്മയിലിരുന്നുകൊണ്ട് വികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുള്ളൂ? പാരഡി ഗാനങ്ങൾ ഉണ്ടാവാറുണ്ട് ധാരാളം. അതിന് തന്നെ ഒരു പ്രത്യേക ഒരു സ്പേസ് നമ്മുടെ കേരളത്തിൽ ഉണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെയോ ഒരു കാരണവശാലും വേദനപ്പെടുത്താൻ വേണ്ടി പാടില്ല. പ്രത്യേകിച്ച് നമ്മുടെ ആരാധനയും ദൈവവിശ്വാസവും ഒക്കെ തന്നെ നല്ലതുപോലെ സ്വതന്ത്രമായി ചിന്തിക്കുവാനും ഇഷ്ടമുള്ള ദൈവത്തിൽ ആരാധന നടത്തുവാനും ഒക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു. കേരളത്തിൽ പ്രത്യേകിച്ച് അത് നല്ല പരിഗണനയാണ് കൊടുക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വിശ്വാസത്തെ കളിയാക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹം വിശ്വസിക്കുന്ന ഒരു ദൈവത്തിനെ, മൂർത്തിയെ കളിയാക്കുകയോ ചെയ്യുന്ന നിലയിൽ ആ സമൂഹത്തിന് വേദന ഉണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു പാരഡി ഗാനം നമുക്കത് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്ന കാര്യമല്ല. അപ്പോൾ അതാണ് എനിക്ക് അതിനെ സംബന്ധിച്ചുള്ള സൂചിപ്പിക്കാനുള്ളത്. കൂടുതൽ അപഹാസ്യരാകാൻ മാത്രമാണ് ഇത്തരം നീക്കങ്ങൾ പ്രയോജനപ്പെടൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പരാതി കൊടുത്തത് തിരുവാഭരണ പാത സംരക്ഷണം. ഇതൊക്കെ ആരാണ് എന്തോ? ശബരിമലയിൽ സ്വർണ്ണമൊക്കെ മോഷണം പോയപ്പോൾ തിരുവാഭരണ പാത സംരക്ഷണക്കാരൊക്കെ വല്ല പരാതിയും കൊടുത്തോ പ്രതികരിക്കുകയോ ചെയ്തോ എനിക്ക് അറിവിടാൻ എൻ്റെ ശ്രദ്ധപ്പെട്ടിട്ടില്ല. ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഏതായാലും നിങ്ങളിത് വളർത്താൻ വേണ്ടിയല്ല ഈ പരാതി കൊടുത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പാട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പാട്ടിൻ്റെ വഴിക്ക് പോവും. ആളുകൾ അവരവരുടെ കാര്യങ്ങളുമായിട്ട് പോവും. ശബരിമല കേസിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൻ്റെ നിജസ്ഥിതി അന്വേഷണത്തിലൂടെ പുറത്തു വരും. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും എന്നൊക്കെ പ്രതീക്ഷിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഇത് അണയാൻ പോകുന്ന തീക്കാത്ത പെട്രോൾ കോരി ഒഴിച്ച പോലെ ഈ പരാതിയൊക്കെ കൊണ്ടുവന്ന് ഈ പാട്ട് കൂടുതൽ ജനകീയമാകാനും കൂടുതൽ ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ചർച്ച ചെയ്യാനും മാത്രമേ ഉപകരിക്കൂ എന്നറിയാം. അതറിഞ്ഞു വെച്ചുകൊണ്ട് കൊടുത്ത പരാതിയാണോ എന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും ഒരു പാട്ടാണ്. നമ്മൾ 24 മണിക്കൂറും ആവിഷ്കാര സ്വാതന്ത്ര്യം. നമ്മൾ ഈ പാട്ട് പാടിയും കവിത പറഞ്ഞും മുദ്രാവാക്യം വിളിച്ചും നാടകം എഴുതിയും അതരങ്ങിലെത്തിച്ചും ആളുകളെ ബോധവൽക്കരിച്ചും ഒക്കെയാണ് കേരളമായത്. ഒരു തരത്തിലുള്ള ഒരു മതവികാരവും വ്രണപ്പെടുത്താതെയാണ് ഈ പാരഡി ഉണ്ടായിരിക്കുന്നത്. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കൂടെ പ്രശ്നമാണ്. അതിന്മേലേക്കുള്ള കയ്യേറ്റമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. എന്നിട്ട് അതിന് വർഗീയത വരുത്താൻ വേണ്ടിയിട്ടാണ് CPM ശ്രമിക്കുന്നത്. അത് എഴുതിയ ആളുകളുടെ മതവും ജാതിയും അന്വേഷിച്ചു പോവുക. ഇത് BJP കളിക്കുന്ന, സംഘപരിവാർ കളിക്കുന്ന അതേ കളിയാണ് കേരളത്തിലെ CPM കളിക്കുന്നത്. ഇത് കേരളത്തിന് അപമാനകരമായ കാര്യമാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പാരഡി, എന്തോരം പാരഡികൾ നാട്ടിലുണ്ടായിരിക്കുന്നു. മരുതമലയും മാമനിയും മുരുകയ്യ എന്ന പാട്ടിന് വീടുകാപ്പൻ പണ്ട് കല്ലെടുത്ത് കീച്ചരുതേ നാട്ടാരേ എന്ന് പാടിയിട്ടുണ്ട്, അല്ലേ? എന്തെല്ലാം പാട്ട്. ഇപ്പോൾ പൊളിറ്റിക്കൽ പാരഡി എനിക്ക് ഓർമ്മയുള്ളത് ഏതോ ഇലക്ഷൻ കാലത്താണ്. കേട്ടില്ലേ നാട്ടാരെ കരുണാകരൻ്റെ കയ്യാരോ കടിച്ചു പറിച്ചു, ഹൈക്കമാൻഡാണോ അതോ ആന്റണിയോ കരുണാകരൻ സംശയിച്ചു. ഇങ്ങനെ മനുഷ്യന്മാരെയും നേതാക്കന്മാരെയും എല്ലാം വ്യക്തിപരമായി കളിയാക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്ന എത്രയോ പാട്ടുകളുണ്ട്. ശബരിമലയിൽ ഇത് അയ്യപ്പനെ കളിയാക്കിക്കൊണ്ട് എഴുതിയ പാട്ടൊന്നാണെന്ന് അത് കേട്ടാൽ തോന്നില്ല. കാരണം അത് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉയർന്ന, കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഒരു പാരഡി. അത് പാടി ആളുകൾ അവരുടെ വഴിക്ക് പോകുമെന്ന് വിചാരിച്ചപ്പോൾ വെറുതെ അടുത്ത പഞ്ചായത്തിൽ കൂടെ പോണ ഏണി, അല്ല അടുത്ത പഞ്ചായത്തിൽ കൂടെ പോണ ഏണി വെച്ച് പിടിച്ചിട്ട് അയ്യോ ഞങ്ങളതാ എന്ന് പറയേണ്ട വല്ല കാര്യമുണ്ട്? നിങ്ങളെ വീണ്ടും ആളുകൾ കളിയാക്കാൻ മാത്രമേ ഇത്തരം നീക്കങ്ങൾ
ഉപകരിക്കും. ഏതായാലും നിയമോപദേശം തേടാനുള്ള ബുദ്ധിയും അത് നൽകാനുള്ള ആ മനസ്സിനെയും അംഗീകരിച്ചുകൊണ്ട് ഏറെ പണിയൊന്നുമില്ലേടേ എന്ന് ചോദിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.